ഹലോ ഗൈസ്, നമ്മൾ ഇന്ന് എക്സ്പ്ലെയിൻ ചെയ്യാൻ പോകുന്നത് ഇത് ഷാലോസ് എന്ന സിനിമയുടെ കഥയാണ്. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. സിനിമയുടെ തുടക്കത്തിൽ ബീച്ചിന്റെ സൈഡിലൂടെ ഒരു ചെറിയ പയ്യൻ കളിച്ചുകൊണ്ട് നടക്കുകയാണ്. അപ്പോൾ അവന് തിരമാലയിൽ വന്ന ഒരു ഹെൽമെറ്റ് കിട്ടുകയാണ്. അതിലൊരു കോപ്രോയും ഉണ്ടായിരുന്നു. കോപ്രോയിലെ വീഡിയോസ് എല്ലാം ചെക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ് അവൻ. അതിൽ 2 പേർ കടലിൽ സർഫ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. പെട്ടെന്ന് ഈ ഹെൽമെറ്റ് വെച്ചയാൾ സർഫിംഗ് ബോർഡിൽ നിന്നും താഴെ വീഴുന്നു. കടലിൽ വീണതും പെട്ടെന്ന് അയാളെ ഒരു ഷാർക്ക് വന്ന് അറ്റാക്ക് ചെയ്യുകയാണ്. ഇത് കണ്ടതും ആ പയ്യൻ ആ ഹെൽമെറ്റും എടുത്ത് അവിടെ നിന്നും ഓടിപ്പോകുന്നു. ഇവിടെ സീൻ കട്ടാകുന്നു. പിന്നീട് കാണിക്കുന്നത് സിനിമയിലെ നായികയായ നാൻസിയെയാണ്. അവളൊരു മെഡിക്കൽ സ്റ്റുഡൻ്റ് ആണ്. നാൻസിയും അവളുടെ ഗൈഡ് ചാർലിയും മെക്സിക്കോയിലെ ഈ ബീച്ചിലേക്ക് വന്നുകൊണ്ടിരിക്കുകയാണ്. നാൻസി ഈ ബീച്ചിലേക്ക് വരാൻ ഒരു കാരണമുണ്ട്. നാൻസിയുടെ അമ്മ ക്യാൻസർ കാരണം മരിച്ചു പോയിരിക്കുന്നു. തന്റെ അമ്മ പ്രഗ്നന്റ് ആയിരുന്ന സമയത്ത് വിസിറ്റ് ചെയ്ത ബീച്ചാണ് ഇത്. തന്റെ അമ്മയുടെ ഓർമ്മകൾ പുതുക്കാൻ വേണ്ടിയാണ് അവൾ ഈ ബീച്ചിലേക്ക് വന്നിരിക്കുന്നത്. അധികം തിരക്കുള്ള ഒരു ബീച്ചൊന്നുമല്ല. വളരെ കുറച്ച് ആളുകൾ മാത്രമേ ഈ ബീച്ചിലേക്ക് വരാറുള്ളൂ. ഈ സമയം നാൻസി തന്റെ അമ്മ ബീച്ചിൽ വന്നപ്പോൾ എടുത്തിട്ടുള്ള ഫോട്ടോസ് എല്ലാം നോക്കിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോഴാണ് നാൻസിയുടെ കൂട്ടുകാരി താൻ ബീച്ചിലേക്ക് വരുന്നില്ല എന്ന മെസ്സേജ് അയക്കുന്നത്. അത് നാൻസിയിൽ വളരെയധികം അസ്വസ്ഥത ഉണ്ടാക്കുന്നു. അങ്ങനെ അവൾ ബീച്ചിൽ എത്തുകയാണ്. അവളുടെ ഗൈഡ് ചാർലി തന്റെ വീട് ഇവിടെ അടുത്താണ്, എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ വിളിച്ചാൽ മതി എന്നും പറഞ്ഞ് അവിടെ നിന്നും പോകുന്നു. നാൻസി ബീച്ചിലെത്തിയ സമയം 2 പേർ കടലിൽ സർഫ് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ടായിരുന്നു. അങ്ങനെ നാൻസി കൊണ്ടുവന്ന സാധനങ്ങൾ എല്ലാം തന്നെ ബീച്ചിന്റെ സൈഡിൽ വെക്കുന്നു. എന്നിട്ട് അവൾ തന്റെ സ്വിമ്മിംഗ് സ്യൂട്ടും ധരിച്ച് സർഫിംഗ് ബോർഡും എടുത്ത് കടലിലേക്ക് ഇറങ്ങുകയാണ്. അവിടെ ഓൾറെഡി സർഫ് ചെയ്തുകൊണ്ടിരിക്കുന്ന പ്രദേശവാസികളായ 2 ചെറുപ്പക്കാരുമായി നാൻസി പരിചയപ്പെടുകയാണ്. അവൾ അവരുമായി ഒരു ചങ്ങാത്തം സ്ഥാപിക്കുന്നു. എന്നിട്ട് അവർ 3 പേരും കടലിൽ സർഫ് ചെയ്തുകൊണ്ട് എൻജോയ് ചെയ്യുകയാണ്. കുറച്ചു സമയത്തിന് ശേഷം ആ 2 ചെറുപ്പക്കാരും സർഫിംഗ് മതിയാക്കി ബീച്ചിൽ നിന്നും പോവാൻ നിൽക്കുകയാണ്. ഈ സമയം നാൻസി മാത്രമേ ബീച്ചിൽ ഉണ്ടായിരുന്നുള്ളൂ. അങ്ങനെ അവൾ കടലിൽ നീന്തിക്കൊണ്ടിരിക്കുകയാണ്. പെട്ടെന്ന് ഒരു ഡോൾഫിൻ അവളുടെ മുകളിലൂടെയായി ചാടി പോവുകയാണ്. അതിനു പിന്നാലെ കുറച്ചധികം ഡോൾഫിനുകൾ അവിടെ നിന്നും വേഗം നീന്തി പോവുകയാണ്. നാൻസി അതൊന്നും മൈൻഡ് ചെയ്യാതെ സർഫിംഗ് തുടർന്നു. പെട്ടെന്ന് അവൾക്ക് ഒരു വല്ലാത്ത ദുർഗന്ധം അനുഭവപ്പെടുകയാണ്. അതെന്താണ് എന്ന് നോക്കുമ്പോൾ ഒരു ചത്ത തിമിംഗലത്തിന്റെ അഴുകിയ മണമായിരുന്നു അത്. തിമിംഗലത്തിനു ചുറ്റും പക്ഷികൾ വട്ടമിട്ട് പറക്കുന്നുണ്ടായിരുന്നു. അതിനുശേഷം ഒരു തിരമാല വന്നതും അവൾ സർഫ് ചെയ്യുകയാണ്. പെട്ടെന്ന് ആ തിരമാലയിലൂടെ ഒരു വലിയ ഷാർക്ക് വന്ന് അവളെ തട്ടി താഴെ ഇടുകയാണ്. അവളുടെ തല നേരെ പോയി കടൽ തട്ടിലെ കല്ലിൽ അടിക്കുകയാണ്. എന്താണ് സംഭവിക്കുന്നത് എന്നവൾക്ക് മനസ്സിലാകുന്നുണ്ടായിരുന്നില്ല. എന്താണ് പറ്റിയത് എന്നറിയാൻ വേണ്ടി വെള്ളത്തിനടിയിൽ നിന്നും നീന്തി അവൾ സർഫിംഗ് ബോർഡിൽ കയറുകയാണ്. പെട്ടെന്ന് എന്തോ ഒന്ന് അവളുടെ കാലിൽ പിടിച്ച് അവളെ വെള്ളത്തിന് അടിയിലേക്ക് കൊണ്ടുപോകുന്നു. അവളുടെ കാലിൽ നിന്നും രക്തം വന്ന് വെള്ളത്തിൽ പരക്കുകയാണ്. എങ്ങനെയൊക്കെ കാലിലെ പിടി അവൾ വിടിയിക്കുന്നു. അത് എന്താണ് എന്ന് നോക്കുമ്പോഴാണ് അവൾ അറിയുന്നത് അതൊരു വലിയ ഷാർക്കായിരുന്നു. ഉടനെ തന്നെ നാൻസി സ്പീഡിൽ നീന്തി ആ ചത്ത തിമിംഗലത്തിനു മുകളിലേക്ക് പിടിച്ചു കയറാൻ നോക്കുകയാണ്. എന്നാൽ അത് അഴുകി തുടങ്ങിയതു കാരണം അതിൽ പിടിക്കുന്ന ഓരോ പിടിയിലും തിമിംഗലത്തിന്റെ ഇറച്ചി ഇളകി പോന്നുകൊണ്ടിരിക്കുകയാണ്. ഒരുവിധം അവൾ എങ്ങനെയൊക്കെയോ പിടുത്തം കെട്ടി അതിനു മുകളിൽ കയറിക്കൂടുകയാണ്. ഇതേ സമയം ഷാർക്ക് ആ തിമിംഗലത്തിനു ചുറ്റും വട്ടമിട്ട് നടക്കുന്നുണ്ടായിരുന്നു. നാൻസിയുടെ കാലിൽ നിന്നും രക്തം വാർന്നുകൊണ്ടിരിക്കുകയാണ്. അവളുടെ തുടയിലാണ് ഷാർക്കിന്റെ കടി ഏറ്റിരിക്കുന്നത്. നല്ല ആഴത്തിലുള്ള മുറിവ് തന്നെയാണ് അത്. രക്തം ഒന്ന് കൺട്രോൾ ചെയ്യാൻ വേണ്ടി തന്റെ സ്വിമ്മിംഗ് സ്യൂട്ടിന്റെ ഒരു ഭാഗം കീറി അവൾ തന്റെ മുറിവിൽ കെട്ടുകയാണ്. ഇതേ സമയം സർഫിംഗ് ചെയ്യാനുണ്ടായിരുന്ന ആ 2 പയ്യന്മാർ വണ്ടിയിൽ കയറി പോയിക്കൊണ്ടിരിക്കുകയാണ്. നാൻസി അവരെ ഒത്തിരി വിളിച്ചു എങ്കിലും അവരത് കേട്ടിരുന്നില്ല. അങ്ങനെ അവർ അവിടെ നിന്നും പോവുകയാണ്. ഇതേ സമയം തന്നെ ഷാർക്ക് വന്ന് അവൾ നിന്നിരുന്ന തിമിംഗലത്തിനു മുകളിൽ ശക്തിയായി ഇടിക്കുകയാണ്. ഇടിയുടെ ആഘാതത്തിൽ അവൾ നേരെ വെള്ളത്തിലേക്ക് വീഴുന്നു. പെട്ടെന്ന് തന്നെ അവൾ അടുത്തുള്ള ഒരു പാറയിലേക്ക് വലിഞ്ഞു കയറുകയാണ്. എന്നിട്ട് ഏതെങ്കിലും തരത്തിലുള്ള സഹായം കിട്ടുമോ എന്നവൾ നോക്കുകയാണ്. എന്നാൽ കരയിലൊന്നും ഒരു ആളും മനുഷ്യനുമില്ല. നാൻസി നിൽക്കുന്ന പാറയുടെ കുറച്ച് അപ്പുറത്തായി ഒരു കടൽ വിളക്ക് മാത്രം ഉണ്ടായിരുന്നു. നാൻസിയുടെ കാലിൽ നിന്നും രക്തം വാർന്നുകൊണ്ടിരിക്കുകയാണ്. തൽക്കാലം രക്തമൊന്ന് നിൽക്കാനായി നാൻസി തന്റെ കമ്മലും മാലയുടെ കൂർത്ത മുനയുള്ള ലോക്കറ്റും ഉപയോഗിച്ച് തന്റെ മുറി സ്റ്റിച്ച് ചെയ്യുകയാണ്. നാൻസി നിൽക്കുന്ന പാറയിൽ അവളുടെ തൊട്ടടുത്തായി ഒരു കടൽ പക്ഷിയും ഇരിക്കുന്നുണ്ട്. അതിന്റെ ചിറകിന് എന്തോ പരിക്കും പറ്റിയിട്ടുണ്ട്. നാൻസിയെ പോലെ അതും എങ്ങോട്ടും നീങ്ങാനാവാതെ പെട്ടിരിക്കുകയാണ്. അങ്ങനെ രാത്രിയാകുന്നു. രാത്രിയാവും തോറും തണുപ്പും കൂടിക്കൊണ്ടിരിക്കുകയാണ്. പെട്ടെന്ന് നാൻസി കരയിലേക്ക് നോക്കുമ്പോൾ ഒരു വ്യക്തി വെള്ളമടിച്ച് കരയിൽ കിടക്കുന്നുണ്ടായിരുന്നു. ഇതേ സമയം നാൻസി ശബ്ദമുണ്ടാക്കി ഹെൽപ്പ് ഹെൽപ്പ് എന്ന് പറയുകയാണ്. നാൻസിയുടെ ശബ്ദം അയാൾ കേൾക്കുകയും അവളെ അയാൾ കാണുകയും ചെയ്യുന്നു. അത് അവൾക്ക് വളരെയധികം ആശ്വാസമായി തോന്നി. നാൻസി ആ വ്യക്തിയോട് ആംഗ്യ ഭാഷയിൽ പറയുകയാണ്, അവിടെ എൻ്റെ ബാഗുണ്ട്, അതിലൊരു ഫോണുണ്ട്, അതെടുത്ത് ആരെങ്കിലും വിളിച്ച് എന്നെ ഹെൽപ്പ് ചെയ്യാൻ പറയൂ എന്ന്.
എന്നാൽ അയാളാണെങ്കിൽ അവളുടെ ബാഗിലുണ്ടായിരുന്ന ഫോണും ക്യാഷും എല്ലാം തന്നെ എടുത്ത് അവിടെ നിന്നും സ്ഥലം വിടാൻ നോക്കുകയാണ്. അപ്പോഴാണ് കടലിൽ കിടക്കുന്ന നാൻസിയുടെ സർഫിംഗ് ബോർഡ് അയാൾ കാണുന്നത്. അത് അയാൾ എടുക്കാനായി കടലിലേക്ക് ഇറങ്ങുകയാണ്. അതു കണ്ടതും നാൻസി അവിടെ നിന്നും ഉറക്കെ വിളിച്ചു പറയുകയാണ്, കടലിൽ ഇറങ്ങരുത്, അവിടെ ഷാർക്കുണ്ട്. എന്നാൽ അയാൾ അതൊന്നും മൈൻഡ് ചെയ്യാതെ സർഫിംഗ് ബോർഡിന്റെ അടുത്തേക്ക് നീന്തി വരികയാണ്. ഉടനെ തന്നെ ഷാർക്ക് മോൻ അവിടേക്ക് എത്തുന്നു. എന്നിട്ട് അയാളെ അറ്റാക്ക് ചെയ്യുകയാണ്. അയാളുടെ അരയ്ക്ക് താഴോട്ടുള്ള ശരീരം മൊത്തം ഷാർക്ക് കടിച്ചെടുത്ത് കൊണ്ടുപോകുന്നു. അങ്ങനെ പാതി ചത്ത ശരീരവുമായി അയാൾ കരയിലേക്ക് ഇഴഞ്ഞു കയറുകയാണ്. അങ്ങനെ അന്ന് രാത്രി നാൻസി ആ പാറയിൽ തന്നെ കിടന്നുറങ്ങുകയാണ്. അങ്ങനെ അടുത്ത ദിവസം രാവിലെ ആവുകയാണ്. ഉറക്കത്തിൽ നിന്നും എണീക്കുന്ന നാൻസി കാണുന്നത് കഴിഞ്ഞ ദിവസം സർഫ് ചെയ്യാനുണ്ടായിരുന്ന ആ 2 പയ്യന്മാർ സർഫിംഗ് ബോർഡും എടുത്ത് കടലിലേക്ക് വരികയാണ്. അവർ വെള്ളത്തിൽ ഇറങ്ങിക്കഴിഞ്ഞിരുന്നു. ഇത് കണ്ടതും നാൻസി ഉറക്കെ വിളിച്ചു പറയുകയാണ്, ഇവിടേക്ക് വരരുത്, ഇവിടെ ഒരു വലിയ ഷാർക്ക് ഉണ്ട് എന്ന്. നാൻസി പറഞ്ഞത് അവർക്ക് മനസ്സിലാവുകയും 2 പേരിൽ ഒരാൾ ഹെൽപ്പ് ചെയ്യാൻ ആരെങ്കിലും കിട്ടുമോ എന്ന് നോക്കാൻ കരയിലേക്ക് പോകുന്നു. എന്നാൽ കരയിലേക്ക് നീന്തുന്ന പയ്യന്റെ മുന്നിലായി ഷാർക്ക് എത്തുകയും അവനെ അറ്റാക്ക് ചെയ്ത് കൊല്ലുകയും ചെയ്യുന്നു. ഇത് കണ്ടതും മറ്റേ പയ്യൻ നാൻസിയുടെ അടുത്തേക്ക് നീന്തി വരികയാണ്. എന്നാൽ കുറച്ചു ദൂരം എത്തിയതും അവനെ കാണാതാകുന്നു. നാൻസി ശ്രദ്ധയോടുകൂടി അവനെ നോക്കിക്കൊണ്ടിരിക്കുകയാണ്. എങ്കിലും അവനെ അവിടെ ഒന്നും കാണുന്നില്ല. പെട്ടെന്ന് നാൻസി നിൽക്കുന്ന പാറയുടെ തൊട്ടരികിൽ അവൻ പൊന്തി വരുന്നു. നാൻസി അവനെ പിടിച്ചു വലിച്ച് പാറയിലേക്ക് കയറ്റാൻ നോക്കിയെങ്കിലും ഷാർക്ക് അവനെയും കടിച്ചെടുത്ത് കൊണ്ടുപോവുകയാണ്. അങ്ങനെ അയാൾ മരിച്ചിരിക്കുന്നു. അയാളുടെ കോപ്ര അടങ്ങിയ ഹെൽമെറ്റ് വെള്ളത്തിൽ പൊന്തി കിടക്കുന്നുണ്ടായിരുന്നു. നാൻസി വളരെയധികം റിസ്ക് എടുത്ത് ആ ഹെൽമെറ്റ് ചെന്ന് എടുക്കുകയാണ്. എന്നിട്ട് അതിൽ റെക്കോർഡ് ചെയ്തു വെച്ചിരിക്കുന്ന വീഡിയോ പ്ലേ ചെയ്യുകയാണ്. ആ പയ്യന്മാർ സർഫ് ചെയ്യുന്നതും അവരെ ഷാർക്ക് അറ്റാക്ക് ചെയ്യാൻ വരുന്നതും എല്ലാം തന്നെ നല്ല വ്യക്തമായി കാണാം. ഷാർക്ക് അറ്റാക്ക് ചെയ്യാൻ വരുന്ന വീഡിയോ സൂം ചെയ്ത് നോക്കുമ്പോൾ ഷാർക്കിന്റെ വായുടെ സൈഡിലായി ഒരു ചൂണ്ടക്കുളത്ത് തറച്ചിരിക്കുകയാണ്. അത് നാൻസി ശ്രദ്ധിക്കുന്നു. അതിനെ ആരോ പിടിക്കാൻ ശ്രമിച്ചിട്ടുണ്ട് എന്നവൾക്ക് മനസ്സിലാവുകയാണ്. അതുകൊണ്ടാണ് ആ ഷാർക്ക് എല്ലാവരെയും അറ്റാക്ക് ചെയ്യാൻ ശ്രമിക്കുന്നത്. നാൻസി പെട്ടെന്ന് തന്നെ ഓൺ വീഡിയോ റെക്കോർഡ് ചെയ്യുകയാണ്. എന്നിട്ട് അവൾ പറയുകയാണ്, ഞാൻ നാൻസി, ഞാൻ ഈ ബീച്ചിൽ സർഫിംഗ് ചെയ്യാനായി വന്നതാണ്. ഇവിടെ ഒരു അക്രമകാരിയായ ഷാർക്കുണ്ട്. അതെന്നെ അറ്റാക്ക് ചെയ്തു. എൻ്റെ കൂടെ ഉണ്ടായിരുന്ന 2 പേരെ അത് അറ്റാക്ക് ചെയ്തു കൊന്നു. ഞാൻ ഇവിടെ അകപ്പെട്ടിരിക്കുകയാണ്. ഈ വീഡിയോ കിട്ടുന്നവർ എന്നെ എങ്ങനെയെങ്കിലും രക്ഷിക്കണമെന്ന്. എന്നിട്ട് നാൻസി ആ കോപ്ര അടങ്ങുന്ന ഹെൽമെറ്റ് കരയിലേക്ക് വലിച്ചെറിയുന്നു. അങ്ങനെ സമയം പോകും തോറും വേലിയേറ്റവും കൂടിക്കൊണ്ടിരിക്കുകയാണ്. നാൻസി ഇപ്പോൾ നിൽക്കുന്ന പാറയിൽ വെള്ളം കയറിക്കൊണ്ടിരിക്കുന്നു. അതുകൊണ്ട് തന്നെ നാൻസി തൊട്ട് അടുത്തുള്ള പാറയിലേക്ക് നീന്തി കയറുകയാണ്. നാൻസിയെ ഈ സമയം ഷാർക്ക് അറ്റാക്ക് ചെയ്തിട്ടില്ല. കാരണം നാൻസി ഇപ്പോൾ നിൽക്കുന്ന പാറയ്ക്ക് ചുറ്റും ജെല്ലി ഫിഷ് ഉണ്ട്. അതുകൊണ്ട് തന്നെ ഷാർക്കിന് അതിനടുത്തേക്ക് വരാനാവില്ല. നാൻസി ഇപ്പോൾ ഉള്ള പാറയിൽ നിന്നും കുറച്ചു ദൂരം മാത്രമേ കടൽ വിളക്കിലേക്കുള്ളൂ. അങ്ങനെ ജെല്ലി ഫിഷ് കൂടുതലുള്ള സമയം നോക്കി നാൻസി ആ കടൽ വിളക്കിലേക്ക് പോകാൻ വേണ്ടി വെള്ളത്തിലേക്ക് ചാടുകയാണ്. ഇതേ സമയം ജെല്ലി ഫിഷിനെ എല്ലാം തട്ടിമാറ്റിക്കൊണ്ട് ഷാർക്ക് അവളെ അറ്റാക്ക് ചെയ്യാൻ വേണ്ടി വരികയാണ്. നാൻസി എത്ര വേഗത്തിൽ നീന്താൻ പറ്റുമോ അത്രയും വേഗത്തിൽ നീന്തുകയാണ്. ഈ സമയം ജെല്ലി ഫിഷ് നാൻസിയെ അറ്റാക്ക് ചെയ്യുകയാണ്. എങ്ങനെയൊക്കെയോ അവൾ അതിന് പിടിയിൽ നിന്നും രക്ഷപ്പെടുന്നു. എന്നിട്ട് അവൾ കടൽ വിളക്ക് ലക്ഷ്യമാക്കി നീന്തിക്കൊണ്ടിരിക്കുകയാണ്. ആ കടൽ വിളക്ക് നേരെ നിൽക്കാൻ വേണ്ടി കടലിന്റെ അടിത്തട്ടിൽ ഒരു കോൺക്രീറ്റ് സ്ലാബിൽ ചങ്ങല കൊണ്ട് കെട്ടി നിർത്തിയിരിക്കുകയാണ്. അത് അവൾ ശ്രദ്ധിക്കുന്നു. അങ്ങനെ അവൾ വേഗത്തിൽ നീന്തിക്കൊണ്ടിരിക്കുകയാണ്. ഷാർക്ക് അവളുടെ പിന്നാലെ തന്നെ ഉണ്ട്. അങ്ങനെ അവൾ ആ കടൽ വിളക്കിനെ അടുത്തെത്തുന്നു. കടൽ വിളക്കിലേക്ക് കയറാൻ ഒരു ഏണിയുണ്ട്. അതിൽ ചവിട്ടി മുകളിലേക്ക് കയറിക്കൊണ്ടിരിക്കുകയാണ് അവൾ. എന്നാൽ ഒട്ടും പ്രതീക്ഷിക്കാതെ ആ ഏണിയിലെ ഒരു കമ്പി ഒടിഞ്ഞ് കമ്പിയും നാൻസിയും കടലിലേക്ക് വീഴുകയാണ്. ഈ സമയം ആ കുരുപ്പ് ഷാർക്ക് അവളെ അറ്റാക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. കയ്യിൽ ഉണ്ടായിരുന്ന ഏണിയുടെ കമ്പി കൊണ്ട് അവൾ ആ ഷാർക്കിനെ കുത്തുന്നു. കുത്തു കിട്ടിയതും ഷാർക്ക് അവളെ വിടാതെ തന്നെ വീണ്ടും അറ്റാക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഷാർക്കിന്റെ അറ്റാക്ക് കാരണം കടൽ വിളക്കിന്റെ 3 ചങ്ങലകളിൽ ഒരു ചങ്ങല പൊട്ടിപ്പോയിരിക്കുന്നു. അങ്ങനെ എങ്ങനെയൊക്കെയോ അവൾ വീണ്ടും ആ കടൽ വിളക്കിലേക്ക് പിടിച്ചു കയറുകയാണ്. ഷാർക്കിനെ ഈ ഭാഗത്തു നിന്നും മാറ്റാൻ പറ്റിയ എന്തെങ്കിലും സംഭവങ്ങൾ കടൽ വിളക്കിൽ ഉണ്ടോ എന്ന് നോക്കുകയാണ് അവൾ. അപ്പോഴാണ് അവൾ ഒരു ബോക്സ് കാണുന്നത്. അതവൾ വളരെ ബുദ്ധിമുട്ടി ഓപ്പൺ ചെയ്യുകയാണ്. അപ്പോൾ അതിലൊരു പ്ലെയർ ഗൺ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. കുറച്ചു സമയത്തിന് ശേഷം കുറച്ച് അകലെയായി ഒരു ഷിപ്പ് പോകുന്നുണ്ടായിരുന്നു. ഷിപ്പിൽ നിന്നും എന്തെങ്കിലും വിധത്തിൽ സഹായം കിട്ടുമോ എന്ന് പ്രതീക്ഷിച്ച് അവൾ ആ പ്ലെയർ ഗൺ ഉപയോഗിക്കുകയാണ്. എന്നാൽ നാൻസി വിചാരിച്ചതുപോലെ ഒന്നും തന്നെ നടന്നില്ല. ഷിപ്പ് അതിന്റെ വഴിക്ക് പോവുകയാണ്. അങ്ങനെ അടുത്ത ദിവസം രാവിലെ ആകുന്നു. നാൻസി വെള്ളത്തിലേക്ക് എറിഞ്ഞ കോപ്ര അടങ്ങുന്ന ഹെൽമെറ്റ് ബീച്ചിൽ കളിക്കാൻ വന്ന ഒരു ചെറിയ പയ്യന് കിട്ടുകയാണ്. ഈ പയ്യനെയാണ് സിനിമയുടെ തുടക്കത്തിൽ കാണിച്ചത്. ഈ സമയം നാൻസിയുടെ മുറിവിൽ നിന്നും ബ്ലഡ് വെള്ളത്തിലേക്ക് വീഴുകയും ബ്ലഡിന്റെ സ്മെൽ അടിച്ചതും ഷാർക്ക് അവിടേക്ക് എത്തുകയും എന്നിട്ട് വീണ്ടും അവളെ അറ്റാക്ക് ചെയ്യാൻ തുടങ്ങുകയും ചെയ്യുന്നു.
ഷാർക്കിന്റെ അറ്റാക്കിന്റെ ആഘാതത്തിൽ കടൽ വിളക്കിലെ അടുത്ത ചങ്ങലയും പൊട്ടിപ്പോവുകയാണ്. ഇതേ സമയം നാൻസി പ്ലെയർ ഗൺ ഉപയോഗിച്ച് ഷാർക്കിന് നേരെ വെടിവെക്കുകയാണ്. എന്നാൽ ആ ഷാർക്ക് കുരുപ്പിന് ഒന്നും തന്നെ പറ്റുന്നില്ല. ഷൂട്ട് ചെയ്തതിന്റെ ദേഷ്യത്തിൽ ഷാർക്ക് വന്ന് നേരെ കടൽ വിളക്കിലേക്ക് ഇടിക്കുകയാണ്. ഇടിയുടെ ആഘാതത്തിൽ നാൻസിയും കടൽ വിളക്കും വെള്ളത്തിലേക്ക് വീഴുകയാണ്. വിളക്കിലെ കമ്പികൾ തട്ടി അവളുടെ മൂക്കിന് നല്ല രീതിയിൽ പരിക്കു പറ്റുന്നുണ്ട്. ഷാർക്കിൽ നിന്നും രക്ഷപ്പെടാൻ വേണ്ടി നാൻസി കടൽ വിളക്കിലെ കമ്പികൾക്കിടയിൽ കയറിയിരിക്കുകയാണ്. ഈ സമയം ഷാർക്ക് ആ കമ്പികൾ കടിച്ചു മുറിക്കാൻ ശ്രമിക്കുകയാണ്. അതിനിടയിൽ ഷാർക്കിന്റെ വാഭാഗത്ത് കുടുങ്ങിയ ചൂണ്ട കൊളുത്ത് കടൽ വിളക്കിലെ കമ്പികളിൽ കുരുങ്ങുന്നു. അതിൽ നിന്ന് പിടിപിടിക്കാൻ ഷാർക്ക് ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. ഈ സമയം നാൻസി വേഗം തന്നെ കടൽ വിളക്കിലെ കമ്പികൾക്കിടയിൽ നിന്നും പുറത്തേക്ക് വരികയാണ്. എന്നിട്ട് കടൽ വിളക്കിലെ അവസാന ചങ്ങല അവൾ പൊട്ടിക്കുകയാണ്. അത് വളരെ തുരുമ്പ് പിടിച്ചതായതിനാൽ അവൾക്ക് പെട്ടെന്ന് തന്നെ പൊട്ടിക്കാൻ കഴിയുന്നു. ഇതേ സമയം തന്നെയാണ് കടൽ വിളക്കിൽ കുരുങ്ങിയ ഷാർക്ക് അതിൽ നിന്നും രക്ഷപ്പെടുന്നത്. കടൽ വിളക്കിലെ ചങ്ങല പൊട്ടിയതും ചങ്ങല നേരെ ശക്തിയിൽ താഴേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. ചങ്ങലയുടെ ഒരറ്റം പിടിച്ച് നാൻസിയും താഴേക്ക് പോകുന്നു. നാൻസിയെ ഫോളോ ചെയ്ത് ഷാർക്കും വേഗത്തിൽ താഴേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. കടൽ വിളക്കിന്റെ ചങ്ങലകൾ ഘടിപ്പിച്ച കോൺക്രീറ്റ് സ്ലാബിന്റെ ചുറ്റും നിറയെ കൂർത്ത കമ്പികൾ നിൽക്കുന്നത് അവൾ കാണുന്നു. കമ്പികൾക്ക് അടുത്ത് എത്താനായതും നാൻസി ചങ്ങല വിട്ട് സൈഡിലേക്ക് നീന്തി മാറുന്നു. എന്നാൽ വേഗത്തിൽ വന്ന ഷാർക്കാണെങ്കിൽ കൂർത്ത കമ്പികൾ കുത്തിക്കേറി തൽക്ഷണം അവിടെ വെച്ച് മരിക്കുകയാണ്. അങ്ങനെ അവിടെ സീൻ കട്ടാകുന്നു. പിന്നീട് കാണിക്കുന്നത് നാൻസി വലിച്ചെറിഞ്ഞ ഹെൽമെറ്റ് കിട്ടിയ ആ ചെറിയ പയ്യനെയാണ്. അവൻ ഒരാളെയും വിളിച്ചാണ് വന്നിരിക്കുന്നത്. അത് മറ്റാരുമല്ല, സിനിമയുടെ തുടക്കത്തിൽ കാണിച്ച നാൻസിയുടെ ഗൈഡ് ചാർലി ആയിരുന്നു. ചാർലി വന്ന് നോക്കുമ്പോൾ നാൻസി വെള്ളത്തിൽ പൊങ്ങിക്കിടക്കുകയായിരുന്നു. അങ്ങനെ ചാർലി നാൻസിയെ കരയിലെത്തിച്ച് ഫസ്റ്റ് എയ്ഡ് എല്ലാം കൊടുക്കുകയാണ്. അങ്ങനെ നാൻസി കണ്ണു തുറക്കുകയാണ്. കണ്ണു തുറന്നു നോക്കുന്ന നാൻസി കാണുന്നത് ചാർലിയാണ്. അതുപോലെ തന്നെ നാൻസിയുടെ കൂടെ ഉണ്ടായിരുന്ന ആ കടൽ പറവ ഇപ്പോൾ കരയിലെത്തിയിരിക്കുന്നു. പിന്നെ തൻ്റെ അമ്മ സന്തോഷത്തോടു കൂടി ചിരിക്കുന്നത് പോലെ അവൾക്ക് തോന്നുകയാണ്. പിന്നീട് ഒരു വർഷത്തിന് ശേഷമുള്ള കാര്യങ്ങളാണ് കാണിക്കുന്നത്. നാൻസി മറ്റൊരു ബീച്ചിൽ അച്ഛനും അനിയത്തിക്കുമൊപ്പം സർഫിംഗ് ചെയ്യാനായി പോകുന്നു. അങ്ങനെ സന്തോഷത്തോടു കൂടി ഇരിക്കുന്ന നാൻസിയെ കാണിച്ചുകൊണ്ടാണ് ഈ സിനിമ ഇവിടെ അവസാനിക്കുന്നത്. ഏതൊരു പ്രതിസന്ധി ഘട്ടത്തിലും തളരാതെ ആത്മവിശ്വാസത്തോടു കൂടി പോരാടിയാൽ സാധിക്കാത്തതായി ഒന്നുമില്ല എന്ന് സംവിധായകൻ ഈ സിനിമയിലൂടെ പറയുകയാണ്. ഇനി അടുത്ത വീഡിയോയുമായി വീണ്ടും കാണാം. അതുവരേക്കും ടാറ്റാ ബൈ ബൈ, സീ യു.